അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ഇലവിഴ പൂഞ്ചിറയുടെ താഴ്ഭാഗത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടെ ദൂരം മേളിലേക്ക് കയറാനുണ്ട്. അപ്പോൾ നമ്മൾ വന്ന വഴിയാണ് ഈ പുറകെ കാണുന്നത്. അപ്പോൾ നമ്മൾ വന്ന വഴി നിങ്ങൾ കണ്ടിട്ട് വാ. പാപ്പൻ്റെ നോട്ടൊന്നും ഇപ്പോൾ അത്ര ശരിയല്ല. പുള്ളിപ്പ് തെറി പറയും. നമ്മൾ വന്ന വഴിയാട്ടോ ഈ കാണണേ. മൊത്തം ഓഫ് റോഡാണ്. ഒരു തരി ടാറിങ് പോലും ഇല്ല. ഷോളിങ് എല്ലാം ഇളകി കിടന്ന് മൊത്തം അയ്യോ മടുത്തു പോകുന്ന വഴിയാണ്. വണ്ടി വരെ കരിഞ്ഞു പോയി. നമ്മൾ ബൈക്കിനാണ് കയറി വന്നത്. ഇത് മനുവുണ്ട്, റിജോയുണ്ട്, പിന്നെ സിജോയും ഉണ്ണിയുണ്ട്. അവന്മാർ ഇതേ പോയി നിൽക്കുന്നു. നമ്മളിതേ മേളിൽ കയറി വന്നിട്ടോ. മേളിൽ കയറി വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. മാറി നിൽക്കടാ പിള്ളേരെ. ഇതേ കാണുന്നതാട്ടോ മലങ്കര ഡാമാട്ടോ ഇതേ കാണുന്നത്. മലങ്കര ഡാമിൻ്റെ വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് ഈ കാണുന്നത്. ഒത്തിരി മലനിരകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. തൊടുപുഴ അതേ കാണുന്ന ടൗണാണ് തൊടുപുഴ. അതേ കാണുന്നത് തൊടുപുഴ. വെള്ളം കുടിക്കണ്ടോ? ഇവിടെ വരുന്ന ആൾക്കാർക്ക് ദാഹിച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ വേണ്ടി പ്രകൃതിയായിട്ട് കനിഞ്ഞ് നൽകിയിരിക്കുന്ന ഓരി പോലെയുള്ള സംവിധാനമാണ്. ഒന്നും എടുക്ക്. പരിപാടി നടക്കട്ടെ, പൊളിക്കട്ടെ. ഷോർട്ട് കയറിയാലേ കഷ്ടപ്പെട്ടിട്ടാണല്ലോ. നല്ല ഫ്രെയിമാട്ടോ. നല്ല ഫ്രെയിമാന്ന് പറയുന്നത്. നമ്മളിങ്ങ് മണ്ടേ കയറി വരുമ്പോൾ ഇതേ കാണുന്ന അമ്പലം കേട്ടോ. ഈ കാണുന്ന അമ്പലമാണ്. അതിനോട് ചേർന്ന് തന്നെ ചെക്ക് ഡാമുണ്ട്. ഇവിടെ ആളുതാമസമൊക്കെയാണ്. ഈ മണ്ടേ കയറി ആളുതാമസമുണ്ട്. കുറേ വീടുകളുണ്ട്. ഇതൊരു വീടാണ്, അക്കരെ വേറെ വീടുണ്ട്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്നത്. ഇവിടെ കയറി വരുന്നവർക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലവും കൂടെ ഉണ്ട്. ഇവിടെ ഒരു ബെഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ആൾക്കാരുണ്ടാക്കിയിട്ടൊക്കെ ആയിരിക്കും. ഇത് പരവേശനായിട്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഈ മേളിൽ വന്നു കഴിഞ്ഞിട്ടുള്ള വ്യൂ ആട്ടോ. ആ കാണുന്ന മലങ്കര ഡാമാണ്. ഈ താഴത്തോടെ പോകുന്ന അത് കോളപ്പുറ പാലം. പിന്നെ അങ്ങനെ ഇവിടെ ഇങ്ങനെ വന്നു കഴിയുമ്പം ഇത് കാഞ്ഞാറ് പാലം. നല്ല രസമുള്ള വ്യൂ ആണ് ഇവിടെ. ഒത്തിരി ആളുകൾ വന്ന ഒരു ഏരിയ കേട്ടോ ഇത്. ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഫുള്ള് ഓഫ് റോഡാണ്. ജീപ്പിനൊക്കെ കയറി വരാം. കൂടുതലും ജീപ്പൊക്കെ കയറി വരാം. ബൈക്കിന് വരുന്നവർ ഒത്തിരി ആൾക്കാരുണ്ട്.
നമുക്ക് ഇവിടം വരെയാണ് വണ്ടി വരുള്ളൂ. ഇതുണ്ട് താഴ്ത്തുന്ന ആൾക്കാരെ കൊണ്ട് വന്ന വണ്ടികളായി കാണുന്നത്. ഇവിടം വരെ വണ്ടി വരുള്ളൂ. ഇവിടുന്ന് പിന്നെ വീണ്ടും മേളിലേക്ക് നടന്നു വേണം പോകാൻ. നമുക്ക് ആ വഴിക്കൊക്കെ ബൈക്ക് കൊണ്ട് ഇറങ്ങി പോകുന്നതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇവിടുന്ന് മേളിലേക്ക് ചെല്ലണമെങ്കിൽ കയറി പോകണമെങ്കിൽ ഇവിടെ വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുന്നു എഴുതി വെച്ചിട്ടുണ്ട്, ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടം വരെ വരാൻ പറ്റുള്ളൂ. ഈ വണ്ടിയൊക്കെ താഴ്ത്തുന്ന ആളുകളെയും കൊണ്ട് തന്നെ വണ്ടി കേട്ടോ. ഈ ചേട്ടനാണ് അതിൻ്റെ ഡ്രൈവർ. ഒരു താഴ്ത്തുനിന്ന് ഇവിടം വരെ കയറി എത്ര രൂപ ചേട്ടാ? 1000 രൂപ ഒരു ട്രിപ്പ്. അവിടെ താഴ്ത്തുനിന്ന് കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുപോകും. താഴേന്ന് ഒരു ജീപ്പ് ഇവിടെ കയറി വന്നെങ്കിൽ 1000 രൂപയാണ് അവരുടെ കൂലി. മേലുകാവി വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ജീപ്പ് വിളിച്ച് നേരെ കയറി പോന്നാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് മേളിലേക്ക് നടന്ന് തന്നെ പോകണം. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇതിൽ വണ്ടി കയറ്റി വിടില്ല. ബാക്കിയുള്ള സ്ഥലത്തോടെ എല്ലാം നമ്മൾ ബൈക്കുമായിട്ട് കയറിപ്പോയി. പക്ഷേ ഇവിടുന്ന് മേളിലേക്ക് പോകണമെങ്കിൽ നടന്ന് തന്നെ കയറി പോകണം, വണ്ടി കയറ്റി വിടില്ല. ഇവിടെ ചെറിയൊരു ലേക്കൊക്കെ ഉണ്ട് കേട്ടോ. അതെ, വള്ളമില്ലെന്ന് തോന്നുന്നല്ലേ. പെഡൽ ബോട്ടുണ്ടാവുമല്ലോ അവിടെ. പെഡൽ ബോട്ടൊന്നും കാണാനില്ല. നമ്മളിപ്പോൾ അതേ മേളിൽ വന്നപ്പോഴാണ് ഈ ലേക്ക് കണ്ടത്. പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷനത്. ഇപ്പോൾ പോലീസുകാരൊക്കെ ഉണ്ടില്ല. ജീപ്പിനൊന്നും വേണം. പറഞ്ഞോ ആസ്വദിക്കണ്ടേ. ഇവിടെയുള്ള പോലീസുകാർക്കൊക്കെ ഭയങ്കര ജാടയാടോ അവരോട്. ഇത് കോട്ടയത്തിൻ്റെ കീഴിലാണെന്ന് ചോദിച്ചപ്പോൾ അമ്മർക്ക് ഭയങ്കര ജാട. അമ്മര് ഞങ്ങളെ പേടിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള പോലീസുകാർ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ നാട് നന്നാവും? അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇനി തിരിച്ചിറങ്ങുവാണ്. ഇനി താഴത്തേക്ക് പോവുകയാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.